പൊന്നു പ്രേക്ഷകരെ, നടുക്കുന്ന വാർത്തയാണ് വരുന്നത്. അതായത് ഒരു പള്ളിയിൽ ഇന്നലെ സ്വാതന്ത്ര്യ ദിവസം പതാക ഉയർത്തിയത് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ടാണെന്നാണ് ഒരു യുവതി പൊട്ടിത്തെറിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. എന്തായാലും ആ ഒരു വീഡിയോ ദൃശ്യം, അല്ലാഹു അക്ബർ പറയുന്ന ആ ഒരു വീഡിയോ ദൃശ്യം വെച്ചിട്ട് അത് ശരിയാണോ തെറ്റാണോ എന്ന് ഞാൻ പറഞ്ഞുതരാം പൊന്നു പ്രേക്ഷകരെ. അതിനുശേഷം പൊന്നു പ്രേക്ഷകരെ, അതായത് ഒരു സ്കൂളിൽ ഇന്നലെ പനി വന്നാൽ നമുക്ക് വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ സ്വാതന്ത്ര്യ ദിവസം പനി പിടിച്ചിട്ട് വീട്ടിൽ കിടന്ന വിദ്യാർത്ഥികളുണ്ടല്ലോ, അവരെ പാകിസ്ഥാനിലേക്ക് പോകണമെന്നാണ് സ്കൂൾ ഉടമ പറയുന്ന നടുക്കുന്ന ഒരു വോയിസ് ക്ലിപ്പ് ഞാൻ വെച്ചു തരാം. അതായത് പറയുന്നത് രാജ്യദ്രോഹിയാണ്, സ്വാതന്ത്ര്യ ദിവസം സ്കൂളിലേക്ക് പോവാത്തവരൊക്കെ രാജ്യദ്രോഹി എന്നാണ് സ്കൂൾ ഉടമ പറയുന്നത്. എന്താ അല്ലേ? അതായത് സ്വാതന്ത്ര്യ ദിവസം സ്കൂളിലേക്ക് പോകണം, ഞാൻ സ്കൂളിലേക്ക് പോകണമെന്നാണ് പറയുന്നത്. എന്നാൽ പനി പിടിച്ചിട്ട് വീട്ടിൽ കിടന്നവർ എങ്ങനെയാണ് പോകുന്നത്? വല്ലാത്ത കഷ്ടം തന്നെയാണ്. ആ ഒരു വാർത്തയുടെ ക്ലിപ്പ് ഞാൻ വെച്ചു തരാം. അതിനുശേഷം അൻസാരി ദുഹുരി ഉസ്താദ് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്, എല്ലാം വെച്ചു തരാം. നമുക്ക് ഒരു യുവതി അല്ലാഹു അക്ബർ പാടിയതിനെ കുറിച്ചിട്ട് പറയുന്ന ആ ഒരു വീഡിയോ ആദ്യം കാണാം. ഓക്കെ. അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് ഫ്ലാഗ് ഉയർത്താൻ മാത്രം ഇന്നത്തെ ദിവസം എന്താണെന്ന് അറിയാവോ? ഈ വീഡിയോ കണ്ടതുകൊണ്ട് ഞാൻ അങ്ങ് റിയാക്ട് ചെയ്യുന്നേ ഉള്ളൂ. ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻസ് ഡേ അഥവാ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിനമാണെന്ന്. അപ്പോൾ ഇന്നത്തെ ദിവസം ഫ്ലാഗ് ഉയർത്തുമ്പോൾ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് ഫ്ലാഗ് ഉയർത്തുന്നതിനോട് നമുക്ക് എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു സമയവും സന്ദർഭവും കാര്യങ്ങളും ഒക്കെ ഇല്ലേ? അപ്പം ഇന്ത്യ എന്ന് പറയുന്ന ഒരു ജനാധിപത്യ മതേതര രാജ്യമാണ്. അത്രയും പറയാനുള്ളൂ. ഓക്കെ പൊന്നു പ്രേക്ഷകരെ, ഈ ഒരു വീഡിയോ വലിയ വിവാദമാണ്. കുറേ പേര് പറയുന്നത് ആ പള്ളി എന്നേക്കുമായിട്ട് പൂട്ടിക്കണമെന്നാണ്. ചിലർ പറയുന്നത് അത് ആരാണ് ഉയർത്തിയത് അവരെ അറസ്റ്റ് ചെയ്യണമെന്നാണ്. ഒരു കാര്യം പറയാം, ഇത് ആർക്കാണോ ആദ്യം കണ്ടത് അവർ ആ ഒരു പള്ളി കമ്മിറ്റിക്ക് വിളിച്ചിട്ട് പറയാ, ഉസ്താദ് ഇത് തെറ്റാണ്. അതായത് സ്വാതന്ത്ര്യ ദിവസം ജനഗണ പാടിയിട്ടാണ് ഈ പറയുന്ന ഫ്ലാഗ് ഉയർത്തേണ്ടത്, നിങ്ങൾ അല്ലാഹു അക്ബർ ഇങ്ങനെയൊക്കെ അങ്ങനെ പറയുന്നത് തെറ്റുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അതായത് അല്ലാഹു അക്ബർ പറഞ്ഞ് ഫ്ലാഗ് ഉയർത്താമോ ഇല്ലേന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ പറയുന്നത് ഇവിടെ വർഗീയതയുടെ കലാപം ഉണ്ടാക്കാതെ ആർക്കാണോ കണ്ടത് അവർ മാന്യമായിട്ട് പറയുന്നതാണ്, ഇത് തെറ്റ്, ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഇതൊരു അറിവില്ലാത്തവരാണ്, അവരെ കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും പ്രായമായവരാണ് അങ്ങനെയൊക്കെ അല്ലാഹു അക്ബർ പറഞ്ഞ് ഫ്ലാഗ് ഉയർത്തുന്നത്. അതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പറഞ്ഞിട്ടാണ് അത് പരിഹരിക്കേണ്ടത്. അല്ലാതെ വലിയ വിവാദമാക്കിയിട്ട് രാജ്യദ്രോഹത്തിന് കേസൊന്നും എടുക്കണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അറിവില്ലാതെയാണ് ചെയ്തത്. അവർ ആ ഫ്ലാഗ് കത്തിച്ചോ? ഇല്ലല്ലോ. അതായത് നമ്മുടെ രാജ്യസ്നേഹം കൊണ്ട് അവരും രാവിലെ തന്നെ അവർ ഫ്ലാഗ് ഉയർത്തി. അതിൽ ഞാൻ പേഴ്സണലി തെറ്റായിട്ട് കാണുന്നില്ല. പക്ഷേ അല്ലാഹു അക്ബർ പറഞ്ഞത് തെറ്റുണ്ടെങ്കിൽ അവർ അതിനെ തിരുത്താനും തയ്യാറാവണം. ഓക്കെ പൊന്നു പ്രേക്ഷകരെ, നമുക്ക് ബാക്കി വിഷയത്തിലേക്ക് കടക്കാം. അൻസാരി ദുഹുരി ഉസ്താദ് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് പെട്ടെന്നൊന്ന് കേൾക്കാം. ഓക്കെ. അമ്മയെ അറിയുന്നവർ വന്ദേമാതരം പാടും, എതിർക്കുന്നവർ അമ്മയെ ആരെന്നറിയാത്തവരാണ്. കേരളക്കാരെ നൈസായിട്ട് തള്ളക്കുളിച്ചാണ്, വേറെ ആരുമല്ല, കേരള VC എന്തോ ആയിക്കോട്ടെ. സാറേ, ഈ വർഷം മുതലല്ലേ സ്വാതന്ത്ര്യദിനത്തിൽ വന്ദേമാതരം പാടാനുള്ള നിർദ്ദേശം വന്നത്? അപ്പം കഴിഞ്ഞ വർഷം വരെ നിങ്ങൾ ആരും അത് പാടിയിട്ടില്ലോ സ്വാതന്ത്ര്യദിനത്തിൽ. അപ്പം നിങ്ങൾക്ക് ഈ പറഞ്ഞ സാധനം ഇല്ലേ? എന്ത് കളിയാണ്? സ്വന്തം മൂട്ടിൽ വന്ന് പടക്കം പൊട്ടുന്ന ഇങ്ങനെയാണ് അല്ലേ? അപ്പോൾ കഴിഞ്ഞ വർഷം വരെ ഇത് പാടാതിരുന്നത് നിങ്ങൾക്ക് ഇതില്ലെന്നാണ് പറഞ്ഞത്. ആയിക്കോട്ടെ. പിന്നെ സാറേ, ഒരു കാര്യം വെട്ടി തുറന്ന് പറഞ്ഞേക്കാം, ഞങ്ങൾക്ക് സ്വന്തമായിട്ട് അമ്മമാരുണ്ട്. അതായത് ഞങ്ങളുടെ അച്ഛൻ്റെ ഭാര്യ, ഞങ്ങളെ പ്രസവിച്ച, ഞങ്ങൾ അമ്മിഞ്ഞ പാല് തന്ന, ഞങ്ങളെ പോറ്റി വളർത്തിയ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ നിഖിലാങ്കില മേഖലകളിലെല്ലാം ഞങ്ങൾക്ക് തുണയായിരുന്ന ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു അമ്മയുണ്ട്. അതുകൊണ്ട് തന്നെ പറമ്പിൽ കിടക്കുന്ന പുല്ലും തൊഴുത്തിൽ കിടക്കുന്ന പശുവും ഈ മണ്ണും വിണ്ണും അതിനെയൊക്കെ അങ്ങനെ കാണാനാണ് ഞങ്ങൾക്ക് താല്പര്യം. സ്വന്തമായിട്ട് അമ്മയില്ലാത്ത, അമ്മ ആരെന്നറിയാത്തവർക്കാണ് ലോകത്ത് കാണുന്നതൊക്കെ അമ്മയാണെന്നുള്ള തോന്നൽ വരിക. ഞങ്ങൾക്ക് സ്നേഹിക്കാൻ ഒരു അമ്മയുണ്ട്. അതുകൊണ്ട് താൽക്കാലികമായി അമ്മ ആരെന്നറിയാത്തവർ തെരഞ്ഞു നടന്നോളി, ഞങ്ങൾക്ക് സ്വന്തമായിട്ട് അമ്മയുണ്ട്. പാടിക്കോ. അമ്മ മനസ്സ് തങ്ക മനസ്സ്, മുറ്റത്തെ പശുവിൻ അല്ലല്ല മുറ്റത്തെ തുളസി പോലെ. കമോൺ എവരിവൺ. ഓക്കെ, അൻസാരി ദുഹുരി ഉസ്താദിന്റെ നല്ലൊരു കിടിലൻ മറുപടിയാണ്. ബാക്കിയും കൂടി കേൾക്കാം. എൻ്റെ ദൈവമേ, ഇപ്പൊ ആഗ്രഹിക്കുകയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടണ്ടായിരുന്നു. ഇതുപോലത്തെ ഒരു ഗതികെട്ട അവസ്ഥ ഏതെങ്കിലും രാജ്യക്കാർക്കുണ്ടാ? കണ്ടു നോക്ക്. സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ. തുടങ്ങട്ടെ. കാണാതെ അറിയത്തില്ല. വന്ദേ ആരടാ ഈ സമയത്ത് വാട്സപ്പിൽ കോൾ ചെയ്യുന്നു?
ഇത് പോയി അത് പോയി അത് പോയി. വന്ദേ മാതരം സുജലാം സുഫലാം മലയജ ശീലം സസ്യശ്യാമള മാതരം. ഇതിൻ്റെ ബാക്കി എന്താടാ സുമേഷേ? എടാ ഇത് പകുതിയേ ഉള്ളു, ബാക്കി ഇട്. അപ്പോഴേക്കും എല്ലാവരും പോയാ? എടാ മോനെ കഴിഞ്ഞടാ, പോയിക്കോ. എല്ലാവരും പോയി 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 പോയിക്കോ 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 എല്ലാവരും പോയി. വിട് വിട് വണ്ടി വിട്. പോയി കുളിച്ച് പല്ലി വെച്ച് പോയി കിടന്നുറങ്ങില്ലേ? എല്ലാവരും ഇവിടെ നിന്ന് പോയി പോയി പോയി. വെറുതെ അവിടെ കിടന്ന് അളിയുണ്ട, പോയിക്കോ. ആ ഓക്കെ, അതായത് വന്ദേ മാതരം ഫുള്ളായിട്ട് പാടാതെ അവിടെ നിന്ന് ഓടിയതിനാണ് ഉസ്താദ് ട്രോൾ ചെയ്ത്. സ്കൂൾ വിദ്യാർത്ഥികളോട് പറയുകയാണ് പാകിസ്ഥാനിലേക്ക് പോവാൻ. എന്താ അല്ലേ, ഇവനൊക്കെ ആരാണ് ഇങ്ങനെ പറയാൻ അധികാരം കൊടുത്തത്? ആരാണ് പറഞ്ഞത്? അവനെ ഒരു 10 വർഷമെങ്കിലും ജയിലിലടക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. നമുക്ക് എന്തായാലും കേട്ടു നോക്കാം വാർത്ത. തൃശൂർ മാളയിൽ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പങ്കെടുക്കാത്ത വിദ്യാർത്ഥികൾക്കെതിരെ അധിക്ഷേപം. സ്വാതന്ത്ര്യദിനത്തിൽ വീട്ടിലിരുന്നവർ പാകിസ്ഥാനിലേക്ക് പോകണമെന്ന് സ്കൂൾ ഉടമ. മാള ഡോക്ടർ രാജു ഇന്റർനാഷണൽ സ്കൂൾ ഉടമ ഡോക്ടർ രാജു ഡേവിസിന്റേതാണ് സന്ദേശം. വിവാദ സന്ദേശം പങ്കുവച്ചത് മാതാപിതാക്കളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ. നാണമുണ്ടോ സ്കൂൾ ഉടമ? നിനക്ക് ഉളുപ്പുണ്ടോ? നീയൊക്കെ മനുഷ്യനാണോ? അതായത് പനി പിടിച്ചിട്ട് സ്കൂളിലേക്ക് സ്വാതന്ത്ര്യ ദിനത്തിൽ പോവാത്തവര് പാകിസ്ഥാനിലേക്ക് പോകാൻ. പാകിസ്ഥാൻ നിന്റെ അപ്പന്റെ തറവാട് സ്വത്താണോ? ബാക്കിയും കൂടി കേൾക്കാം. ഷീന മാർട്ടിൻ വിവരങ്ങൾ നൽകും. ഷീന, അത് വിദ്യാർത്ഥികളെ എല്ലാം അധിക്ഷേപിക്കുകയാണ് സ്കൂൾ ഉടമ അതിലൂടെ ചെയ്തത്. അതും പാരന്റ്സിന്റെ ഗ്രൂപ്പിൽ തന്നെ ഇത്തരമൊരു ശബ്ദ സന്ദേശം ഇട്ടു എന്നുള്ളത് കൂടിയാണ്. അപ്പോൾ നിയമ നടപടികളിലേക്ക് കടക്കുന്നുണ്ടോ? എന്താണ് ആ ഒരു സന്ദേശത്തിൽ പറയുന്നത്? മാള ഇന്റർനാഷണൽ ആൻഡ് സൈനിക് സ്കൂളിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. ഈ സ്കൂളിന്റെ ഉടമ രാജു ഡേവിസ് ആണ് ഇത്തരത്തിലൊരു മെസ്സേജ് ഈ പാരന്റ്സിന്റെ ഗ്രൂപ്പിൽ, വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇട്ടിരിക്കുന്നത്. സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട് ഏകദേശം 1 ലക്ഷം രൂപയുടെ പരിപാടികൾ സ്കൂളിൽ നടത്തിയിരുന്നു. ആ പരിപാടിയിൽ പങ്കെടുക്കാൻ കുട്ടികൾ എത്താത്തതിനാൽ തുടർന്ന്, അല്ലെങ്കിൽ ഈ കുട്ടികൾ എത്തിയില്ല എന്നുള്ള കാരണത്താൽ നാളെ അല്ലെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ സ്കൂളിലെത്തുമ്പോൾ ആ മാതാപിതാക്കളെയും കൊണ്ട് സ്കൂൾ അധികൃതരെ കണ്ടതിന് ശേഷം, പ്രിൻസിപ്പലിനെ കണ്ടതിന് ശേഷം മാത്രം സ്കൂളിലേക്ക് കയറി. ഷീന, നമുക്ക് ആ റിപ്പോർട്ട് തുടരുന്നതിന് മുൻപ് നമുക്ക് എന്താണ് പറഞ്ഞതെന്നൊന്ന് കൃത്യമായി തന്നെ കേൾക്കാം. ഈ ഒരു വൃത്തികെട്ടവന്റെ വോയിസ് ആണ് നമ്മളിനി കേൾക്കാൻ പോകുന്നത്. കേൾക്കാം. കുട്ടികളിൽ രാജ്യസ്നേഹവും സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചുള്ള വിവരങ്ങളും, എന്തായാലും സ്വാതന്ത്ര്യ സമരം അവർക്ക് എങ്ങനെയാണ് നേടിത്തന്നെ അവർ സ്വാതന്ത്ര്യത്തിൽ നടക്കാനുള്ള ഇന്നത്തെ അവസ്ഥ, ഇതെല്ലാം മനസ്സിലാക്കുന്നതിനാണ് നമ്മൾ നടത്തുന്നത്. പക്ഷേ പകുതിയിലേറെ പേരൻസ് അവരെ കുട്ടികളെ വിട്ടിട്ടില്ല. അവരെ നാളെ ക്ലാസ് കേട്ടില്ല. അവർ വന്ന എക്സ്പ്ലനേഷൻ പറഞ്ഞ്, എന്നെ നേരിട്ട് കണ്ട എക്സ്പ്ലനേഷൻ പറഞ്ഞ് ഞാൻ കേൾക്കുള്ളൂ. ഇത് വളരെ മോശമായ ഏർപ്പാടാണ്. അവരൊക്കെ വേറെ വല്ല രാജ്യത്ത് വല്ല പാകിസ്ഥാനിൽ പോകേണ്ടതാണ്. അവർക്ക് ഇവിടെ ജീവിക്കാൻ അർഹതപ്പെട്ടവരില്ല. എല്ലാ സ്വാതന്ത്ര്യം അവർക്ക് വേണം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച്, ഇന്ത്യയെക്കുറിച്ച് അത് ബഹുമാനമില്ലാതെയാണ് കുട്ടികളെ വന്നത്. അവരുടെ കുട്ടികളൊക്കെ ധിക്കാരികളും മോശക്കാരുമായി തീരുന്നതിന് കാരണം അവർക്ക് ഇതിനൊന്നും അവസരം നിങ്ങൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് അവരെ നാളെ ക്ലാസ്സിൽ എടുത്തില്ല. ആദ്യത്തെ ഒരു പീരീഡ് അവരെ പുറത്ത് നിർത്തി ക്ലാസ്സിൽ എടുക്കണം. യെസ്, ഷീന മാർട്ടിൻ തുടരുന്നുണ്ട്. ഷീന, കുട്ടികൾ സ്കൂളിൽ വരാത്തതിൽ ആശങ്ക പ്രകടിപ്പിക്കുന്നത് മനസ്സിലാക്കാം. പക്ഷെ അതിനപ്പുറത്ത് ഇത്തരത്തിൽ അധിക്ഷേപിക്കാൻ എന്ത് അവകാശം എന്നുള്ളതാണ് ചോദ്യം. എന്തായാലും നിയമ നടപടികളിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ടോ രക്ഷിതാക്കൾ? വല്ലാത്ത കഷ്ടം തന്നെയാണ്. സ്കൂളിന്റെ ഉടമ എന്ന് പറയുമ്പോൾ അല്ലേ, എന്തൊക്കെയാ നമ്മൾ ഈ കേൾക്കുന്നത്. ഓക്കെ, നമുക്ക് ബാക്കിയും കൂടി കേൾക്കാം. അതായത് രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾ പഠിക്കുന്ന, അല്ലെങ്കിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ, ഈ ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്ന കുട്ടികളെ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം പരാതിപ്പെട്ടാൽ ഈ ഉടമ എന്തെങ്കിലും പ്രതികാര നടപടികൾ ചെയ്യുമോ എന്നൊരു ഭയമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവരത് തുറന്നു പറയാൻ മടിക്കുന്നത്. പക്ഷേ ഇതിലൊരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഈ ശബ്ദ സന്ദേശത്തിൽ ഒരു പ്രശ്നമുണ്ട് എന്നവർക്ക് മനസ്സിലായതിനെ തുടർന്നാണ് ഇത് മാധ്യമങ്ങളെ അറിയിക്കാൻ തന്നെ ഇവർ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. ജിൽസി, ഈ കാര്യത്തിൽ, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ശബ്ദ സന്ദേശം അയച്ചത് ഈ സ്കൂളിന്റെ ഉടമയാണ് എന്നുള്ളതാണ്. പ്രിൻസിപ്പളോ ബന്ധപ്പെട്ട അധികാരികളോ ടീച്ചർമാരോ അല്ല, ഈ സ്കൂളിന്റെ ഉടമയാണ് ഇത്തരത്തിൽ നേരിട്ട് സ്കൂളുകളിലെ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി മാതാപിതാക്കൾക്കായി തയ്യാറാക്കിയിരിക്കുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇത്തരത്തിലൊരു സന്ദേശം അയച്ചിട്ടുള്ളത്. 1 ലക്ഷം രൂപ ചെലവാക്കി ഞാൻ നടത്തുന്ന പരിപാടിയാണ്. ആ പരിപാടിയിൽ എത്തിയില്ല എങ്കിൽ നിങ്ങൾ എല്ലാവരും പാകിസ്ഥാനിലേക്ക് പൊക്കോളൂ എന്നുള്ള തരത്തിലൊരു വിവാദമായ പ്രതികരണം, അല്ലെങ്കിൽ വിവാദമായ ഒരു പ്രസ്താവനയാണ് നടത്തിയിരിക്കുന്നത്.
ഇവരാരും ഈ ഇന്ത്യയിൽ ജീവിക്കാൻ പ്രാപ്തരല്ല, അവരെല്ലാം അപര്യാപ്തമാണ് എന്നുള്ള ഒരു പ്രസ്താവന, അങ്ങനെ അതിലൊരു പ്രശ്നം, അല്ലെങ്കിൽ അതിലൊരു ബുദ്ധിമുട്ട് എല്ലാ മാതാപിതാക്കളും നേരിടുന്നുണ്ട്. പക്ഷേ കുട്ടികളുടെ പഠനത്തെ ഇത് ബാധിക്കുമോ, അല്ലെങ്കിൽ പരാതിപ്പെട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കുട്ടികളുടെ പഠനത്തെ, കുട്ടികളെ സ്കൂളിൽ നിന്നും പറഞ്ഞു വിടുന്ന രീതിയിലേക്കുള്ള പ്രതികാര നടപടിയിലേക്കൊക്കെ ഈ ഉടമ കടക്കുമോ എന്നുള്ള ഒരു ഭയവും ഈ രക്ഷിതാക്കൾക്കുണ്ട്. പേടിയാണ്. അവനെതിരെ കേസ് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികളെ ബാധിക്കുമോ എന്ന്. ഒരൊറ്റ കാര്യം പറയാം, ഈ കേരളത്തിൽ ഒരു സ്കൂളല്ല, ഇഷ്ടംപോലെ സ്കൂളുണ്ട്. ആ നാട്ടുകാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇവനെ കെട്ടിയിട്ട് ചോദ്യം ചെയ്യണമെന്നാണ് പറയുന്നത്. അവന്റെ കയ്യിൽ എത്ര പൈസ ഉണ്ടെങ്കിലും ആ സ്കൂൾ ഉടമയെ കെട്ടിയിടണം. അതിനുശേഷം അടിക്കണമെന്ന് പറയാൻ എനിക്ക് അധികാരമില്ല ഇന്ത്യ രാജ്യത്ത്. അവനെ കെട്ടിയിട്ടിട്ട് ഇനി മേളിൽ ഇങ്ങനെ വർഗീയത പറയോ, പാകിസ്ഥാനിലേക്ക് ഓടാൻ മേളിൽ പറയോ എന്ന് അവനോട് ചോദിച്ചുകൊണ്ട് ആ വൃത്തികെട്ട തെമ്മാടിയോട് മാപ്പ് ചോദിക്കണമെന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. ഓക്കെ.